അതുകൊണ്ട് തന്നെ ക്യാപ്സ്യൂളിൽ ജോയിൻ ചെയ്ത സമയത്താണ് ഒരുപാട് ഒട്ടുമിക്ക ചാപ്റ്റേഴ്സിൻ്റെയും ബേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അതും വെറും പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഹവേഴ്സിൻ്റെ വീഡിയോ ആണ് ഒരു ചാപ്റ്ററിന് ഉണ്ടാകുക. ആ 2 ഹവർ വീഡിയോ വെച്ചിട്ട് തന്നെ അറിയാത്ത ഒരുപാട് ചാപ്റ്റേഴ്സ് ക്യാപ്സ്യൂളിൻ്റെ ആ 6 മാസത്തെ ജേർണിയിൽ റിക്കവർ ചെയ്യാൻ പറ്റി. കഴിഞ്ഞ വർഷത്തെ ക്യാപ്സ്യൂളിൽ ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ക്യാപ്സ്യൂളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സും, ഓരോ 96 ചാപ്റ്റേഴ്സും ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി. പിന്നെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ലാപ്പിൽ ഞങ്ങൾ എഴുതിയിട്ടുള്ള എക്സാംസ് ആണ്. എന്താണെന്ന് വെച്ചാൽ +1 ഫുൾ ടോപ്പിക് എക്സാം, +2 ഫുൾ ടോപ്പിക് എക്സാം, പിന്നെ ചാപ്റ്റർ വൈസ് ഫുൾ ടോപ്പിക് എക്സാം, അങ്ങനെ ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. മോക്ക് ടെസ്റ്റ്, പിന്നെ ഡോപ്പ ഓഫ്ലൈൻ ടെസ്റ്റ്. ഇറ്റ് വാസ് സോ അട്രാക്റ്റീവ്. കാരണം എന്താ വെച്ചാൽ എക്സാം എഴുതുന്ന അതേ അറ്റ്മോസ്ഫിയർ വീട്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ പേരൻസ് തന്നെ ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് നമ്മൾ നീറ്റിൻ്റെ സെയിം അറ്റ്മോസ്ഫിയർ വീട്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതിയിട്ട് ഒരു എക്സാം ആയിരുന്നു അത് നമ്മൾ നീറ്റ് നേരിട്ട് അറ്റൻഡ് ചെയ്ത സമയത്ത് ഒരുപാട് അതിൻ്റെ ഉപകാരം ശരിക്കും മനസ്സിലായി. ഓൾ ഇൻ ഓൾ ക്യാപ്സ്യൂൾ വാസ് സോ യൂസ്ഫുൾ ആൻഡ് എഫക്റ്റീവ് ഫോർ മീ. 2021 മാർച്ചിലാണ് ഞാൻ ക്യാപ്സ്യൂളിൽ ജോയിൻ ചെയ്തത്. അതന്ന് 0th ബാച്ചായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 33 സെറ്റ്സ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി. അതും രണ്ട് പ്രാവശ്യം ഈ 33 സെറ്റും റിവൈസ് ചെയ്തു. അതിൻ്റെ ശേഷം വന്നതാണ് ഒരുപാട് ലൈവ് സെഷൻസ്, എക്സാംസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ലാപ്പിൽ ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ലൈക്ക് മോക്ക് എക്സാംസ്, നീറ്റ് ഫുൾ ടോപ്പിക് എക്സാം, ഡോപ്പ ഓഫ്ലൈൻ ടെസ്റ്റ് 2 പ്രാവശ്യം. അത് നമ്മൾ വീട്ടിൽ പേരൻസ് ആൻഡ് ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് നീറ്റിൻ്റെ സെയിം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. പിന്നെ ഫിസിക്സ് ഫുൾ ടോപ്പിക്, കെമിസ്ട്രി ഫുൾ ടോപ്പിക് എക്സാം, പിന്നെ ബയോളജി, എല്ലാ ചാപ്റ്ററും ഓരോ സബ്ജക്റ്റും ഫുൾ ടോപ്പിക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ +1 ഫുൾ ടോപ്പിക്, അങ്ങനെ എക്സാംസ് കൊണ്ട് ഫുൾ നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ പറ്റി ലാസ്റ്റ് ലാപ്പിൽ. പിന്നെ ക്യാപ്സ്യൂളിൽ ഇഫക്റ്റീവായിട്ട് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതിയായിരുന്നു നീറ്റിൽ നല്ല സ്കോർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അത്രയും ഇഫക്റ്റീവായിരുന്നു നമ്മളെ പ്ലാനും നമ്മളെ ഷെഡ്യൂളും എല്ലാം. പിന്നെ ക്യാപ്സ്യൂളിനെ കുറിച്ച് ഓൾ ഇൻ ഓൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്ലാനായിരുന്നു, നല്ല എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി, നല്ല യൂസ്ഫുൾ ആയിരുന്നു. +1 +2 നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങനെ പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ക്യാപ്സ്യൂളിൽ ജോയിൻ ചെയ്ത സമയത്താണ് ഒരുപാട് ഒട്ടുമിക്ക ചാപ്റ്റേഴ്സിൻ്റെയും ബേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അതും വെറും പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഹവേഴ്സിൻ്റെ വീഡിയോ ആണ് ഒരു ചാപ്റ്ററിന് ഉണ്ടാകുക. ആ 2 ഹവർ വീഡിയോ വെച്ചിട്ട് തന്നെ അറിയാത്ത ഒരുപാട് ചാപ്റ്റേഴ്സ് ക്യാപ്സ്യൂളിൻ്റെ ആ 6 മാസത്തെ ജേർണിയിൽ റിക്കവർ ചെയ്യാൻ പറ്റി.